ഹായ് ഓൾ. ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ചെറുപ്പക്കാരായ പേഷ്യൻസ് ഡിസ്ക് പ്രൊലാപ്സുമായിട്ട് വന്നിട്ട് സയാറ്റിക്കായിട്ട് വന്നിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഒരു ക്വസ്റ്റ്യനാണ്, എനിക്കിനിപ്പോൾ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യാമോ, ടർഫ് ഗെയിംസ് കളിക്കാനായിട്ട് പറ്റുമോ, ഹെവി ലിഫ്റ്റിങ് കഴിയുമോ, സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു ഉത്തരം, അത് കൃത്യമായ ഉത്തരം, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലാതെ മറ്റുള്ള അഭിപ്രായങ്ങളോ അല്ല, കൃത്യമായിട്ടുള്ളൊരു ഉത്തരം എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ വേറൊരു കൺസേൺ പലപ്പോഴും ഈ ചെറുപ്പക്കാരായ പേഷ്യൻസ് പറയാറുണ്ട്, അവരുടെ അതേ പ്രായമുള്ളവരോ അല്ലെങ്കിൽ അവരെക്കാളും അല്പം മുതിർന്ന ആൾക്കാരോ ജിമ്മിൽ പോവുകയും അല്ലെങ്കിൽ അവർ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത് കാണുമ്പോൾ അവർക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട്, മനപ്രയാസം തോന്നുന്നുണ്ട്, എനിക്കതുപോലെ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാം, പക്ഷേ എന്തിനെ ബേസ് ചെയ്താണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് വിശദീകരിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻട്രവെർട്ടിബ്രൽ ഡിസ്കിനൊരു ഇഷ്യൂ ഉണ്ടായി. നമ്മൾ ഡോക്ടറെ കണ്ടു, MRI ചെയ്തു, ട്രീറ്റ്മെൻറ്റ് എടുത്തു, മെഡിക്കേഷൻസ് എടുത്തു, കൺസർവേറ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്തു, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു, സ്ട്രെങ്തനിങ് എക്സർസൈസ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ അറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. അത് നമുക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതായിരിക്കും ജിമ്മിൽ പോകുക എന്നുള്ളതും, അതുപോലെ തന്നെ പിന്നെ ഈ ടർഫ് ഗെയിംസും സ്പോർട്സ് ആക്ടിവിറ്റീസും ഒക്കെ. അപ്പോൾ ഈ പ്രിക്കോഷൻസ് പറയുമ്പോഴത്തേക്കും നമ്മളെ മാനസികമായിട്ട് ശരിക്കും ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പ്രിക്കോഷൻസ് പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. ഈ ഡിസ്കിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ പ്രിക്കോഷൻ? കശേരുക്കൾക്കിടയിലുള്ള ഡിസ്ക്, ഇൻട്രവെർട്ടിബ്രൽ ഡിസ്ക്, അതിൻ്റെ സ്ട്രക്ചറിന് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്, ആനുലസ് ഫൈബ്രോസസ്, പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് പൾപ്പോസസ് ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് അറിയേണ്ട പോയിൻ്റാണ് ഇൻട്രാ ഡിസ്കൽ പ്രഷർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്കിനുള്ളിലെ ന്യൂക്ലിയസ് പൾപ്പോസസിനുള്ളിലെ പ്രഷർ, അതിനെ നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്നത് പാസ്കൽസിലാണ്. അടുത്ത പോയിൻ്റാണ് കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും മൂവ്മെൻറ്റിനെ ശരിയായ രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഈ നട്ടെല്ല് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ശരീരത്തിൻ്റെ വെയ്റ്റ് മൂലവും ഗ്രാവിറ്റി മൂലവും നമ്മൾ ഡെയിലി ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല ആക്ടിവിറ്റീസ് മൂലം ഡിസ്കിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കംപ്രസീവ് ഫോഴ്സിനെ നമ്മൾ ന്യൂട്ടൺസിലാണ് അളക്കുന്നത്. ഈ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ പോയിൻ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളോട് എന്തിനാണ് ഈ പ്രിക്കോഷൻ പറഞ്ഞത്. ഇനി ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അനുകൂലമായ ആക്ടിവിറ്റി ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എക്സർസൈസിനെ നമ്മൾക്ക് മോഡിഫൈ ചെയ്ത് നമ്മുടെ ഡിസ്കിൻ്റെ ഇഷ്യൂ ഇല്ലാതെ ഈ ജിം ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റിയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് ഉത്തരമാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. യൂറോപ്യൻ സ്പൈൻ ജേണലിൽ 2023 പബ്ലിഷ് ചെയ്ത ഒരു പഠനമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയിൽ നട്ടലിലുണ്ടാകുന്ന മെക്കാനിക്കൽ ലോഡിങ് അതിനെ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പഠനം നടത്തുന്നതിന് വേണ്ടി അവർ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റേഴ്സ്, റണ്ണേഴ്സ്, ജമ്പേഴ്സ്, അതായത് ഈ സ്പൈനൽ ലോഡിങ്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലുള്ള സ്പൈനൽ ലോഡിങ് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതുകൂടാതെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉപയോഗിച്ച് ചില സ്റ്റഫ് കറക്റ്റായിട്ട് ആക്ടിവിറ്റീസിൽ മെഷർ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉപയോഗിച്ചു റിയൽ പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിൽ നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്തു. സ്റ്റാൻഡിങ്ങിലെ കംപ്രസീവ് ഫോഴ്സ് എത്രയാണെന്ന് നോക്കാം. സ്റ്റാൻഡിങ്ങിലെ കംപ്രസീവ് ഫോഴ്സ് അറ്റ് L4-L5 ലെവൽ എന്ന് പറയുന്നത് 596 ന്യൂട്ടൺ ആണ്. അതായത് ഏകദേശം 0.93 ടൈംസ് ബോഡി വെയ്റ്റ് ആണത്. ഇനി ലീനിങ് ഫോർവേഡ്, നമ്മൾ മുന്നോട്ട് കുനിയാൻ ശ്രമിക്കുകയാണ്. ഒരു 30 ഡിഗ്രിയാണ് നമ്മൾ കുനിയാൻ ശ്രമിക്കുന്നതെങ്കിൽ 1.8 ടൈംസ് ബോഡി വെയ്റ്റ് ആണ്. ഒരു 90 ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3.1 ടൈംസ്, ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടി കംപ്രസീവ് ഫോഴ്സാണ് ഉള്ളത്. ഇനി ലിഫ്റ്റിങ്ങിൻ്റെ സമയത്തുള്ള കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ആവറേജ് കംപ്രസീവ് ഫോഴ്സ് ഒരു 10 കിലോ ബാർബൽ ഉയർത്തുമ്പോഴത്തേക്കും 2632 ന്യൂട്ടൺ ആണ്. അതായത് ഏകദേശം 3.9 ടൈംസ് ബോഡി വെയ്റ്റ് ആണത്. എക്സ്പീരിയൻസ്ഡ് ലിഫ്റ്റേഴ്സ് ആണെങ്കിൽ ലോവർ ഫോഴ്സ് ആണ്, 3 ടൈംസ് ബോഡി വെയ്റ്റ് ആണ്. നെക്സ്റ്റ്, പുഷിങ് എ ബോബ്സ്ലേ
ഹയസ്റ്റ് ഫോഴ്സാണ്. അറൗണ്ട് 8976 ന്യൂട്ടൺ ആണ്. അതായത് 10.8 ടൈംസ് ബോഡി വെയ്റ്റ് ആണ്. അടുത്തത് വോക്കിംഗ് ആണ്. ഒരു ആവറേജ് കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 966 ന്യൂട്ടൺ ആണ്. അതായത് 1.4 ടൈംസ് ബോഡി വെയ്റ്റ് ആണത്. ജോഗിങ് ആണെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 1.6 ടൈംസ് ബോഡി വെയ്റ്റ് ആണ്. റണ്ണിങ് ആകുമ്പോഴത്തേക്കും കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 3.6 ടൈംസ് ബോഡി വെയ്റ്റ് ആണ്. ഇനി റണ്ണിങ് സ്പീഡ് ആൻഡ് ഫോഴ്സ്, അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് എന്നുണ്ടെങ്കിൽ 3113 ന്യൂട്ടൺ ആണ്. ഏകദേശം 4.6 ടൈംസ് ബോഡി വെയ്റ്റ് ആണത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ജമ്പിങ് ആണ്. ഇവിടെ നമുക്ക് കൗണ്ടർ മൂവ്മെൻറ്റ് ജമ്പ്, പ്രൊഫഷണൽ ഹൈ ജമ്പ്, പ്രൊഫഷണൽ ലോങ് ജമ്പ്, ഈ സമയത്തൊക്കെ ഡിഫറെൻറ്റ് കംപ്രസീവ് ഫോഴ്സസ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതുകൂടാതെ ഒരു 20 സെൻറ്റിമീറ്റർ ഡ്രോപ്പ് ജമ്പ് ഹൈറ്റ് ആണെങ്കിൽ 8178 ന്യൂട്ടൺസ്, ഏതാണ്ട് 11.5 ടൈംസ് ബോഡി വെയ്റ്റ് ആണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കംപ്രസീവ് ഫോഴ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ നട്ടലിൽ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തിനെ പറ്റി ഏകദേശം ഒരു ധാരണ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ജിമ്മിൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. 22-year-old മെയിൽ പേഷ്യൻറ്റ്, ഒരു ഡിസ്കിനൊരു ഇഷ്യൂ ഉണ്ടായി. കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്തു, ആൾ ഓക്കെയാണ്. പക്ഷേ ആളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ജിമ്മിൽ പോയി പഴയതുപോലെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. രണ്ടാമതൊരു പേഷ്യൻ്റ്, അവർക്കൊരു 32-year-old ലേഡിയാണ്. അവർ എപ്പോഴും 2 വീലർ യാത്ര ചെയ്താണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ജോലിയുടെ ഭാഗമായിട്ട് പലപ്പോഴും ചെറിയ ചെറിയ ആക്സിഡൻറ്റിലൊക്കെ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഡിസ്കിന് ബുദ്ധിമുട്ട് വന്ന ഒരു ലേഡിയാണ്. 63 വയസ്സുള്ളൊരു മെയിൽ പേഷ്യൻ്റാണ് മൂന്നാമത്തത്. ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസാണ് ഉള്ളത്. ഓൺ ഓഫായിട്ട് ഇങ്ങനെ നട്ടലിൻ്റെ വേദന വന്നു പോകാറുണ്ട്. പ്രത്യേകിച്ചും യാത്രകൾ കഴിയുമ്പോഴത്തേക്കും വേദന വന്നു പോകാറുണ്ട്. നാലാമതൊരു പേഷ്യൻ്റ്, 44 വയസ്സുള്ളൊരു മെയിൽ പേഷ്യൻ്റാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയുടെ ഭാഗമായിട്ട് കാലിൽ ഹെവി ബൂട്ട്സ് ധരിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 വീലർ ഓടിച്ചാണ് കമ്പനിയിൽ പോകുന്നത്. സ്കോളിയോസിസ് ഉണ്ട്, മൈൽഡ് സ്കോളിയോസിസ് ആണ്. ജോലിയുടെ ഭാഗമായിട്ട് ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ഡ്യൂട്ടിയുടെ സമയത്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ 4 പേരും ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ജിമ്മിൽ പോകുന്നതിനെ പറ്റി നമ്മളോട് ചോദിച്ചെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ഉത്തരമാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ട അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ജിമ്മിൽ പോകുന്നതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് വെയ്റ്റ് ലോസിന് വേണ്ടിയാണോ, കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണോ, അവരുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് മസിൽ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയാണോ, ഓവറോൾ സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണോ, അല്ല ഫ്ലെക്സിബിലിറ്റിയോ മൊബിലിറ്റിയോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണോ? എന്തിനാണ് അവർ ഈ ജിമ്മിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ചിലർക്ക് ഫിറ്റ്നസ്സും പെർഫോമൻസും ആയിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ്. ചിലപ്പം അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ടായിരിക്കും, അല്ല അവരുടെ എൻഡുറൻസ് കൂട്ടുന്നതിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ബെറ്റർ ബാലൻസ് ആൻഡ് കോർഡിനേഷന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അവരുടെ ഒബ്ജക്റ്റീവ് നമ്മളൊന്ന് മനസ്സിലാക്കുക. ചിലരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനും മൂഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനുമായിരിക്കും. ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ 4 പേഷ്യൻ്റെയും ഏജ് ഡിഫറൻ്റ് ആണ്, അവരുടെ ജോലി ഡിഫറൻ്റ് ആണ്, അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടായതിൻ്റെ കോസ് ഡിഫറൻ്റ് ആണ്, അവരുടെ ഒബ്ജക്റ്റീവ് ഡിഫറൻ്റ് ആണ്. പക്ഷേ അവരെല്ലാം ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 4 പേർക്കും ഡിസ്ക് പ്രൊലാപ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒബ്ജക്റ്റീവ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവരെന്തിനാണ് ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു സിംഗിൾ ആൻസർ പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഉള്ളൂ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പറ്റുകയുള്ളൂ. അപ്പം ഒരു പോയിൻ്റ് മനസ്സിലായി, പേഷ്യൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഒരു പോയിൻ്റാണ്. ഇതുകൂടാതെ ഡോക്ടർ നമ്മൾക്ക് അനുവാദം തന്നിട്ടുണ്ടോ, നിങ്ങൾ ജിമ്മിൽ പോയിക്കോളൂ, നിങ്ങൾ സേഫ് ആണെന്നുള്ളത്. അപ്പോൾ അത് രണ്ടാമതൊരു പോയിൻ്റാണ്. ഓൾറെഡി നമ്മൾ കംപ്രസീവ് ഫോഴ്സ്, ഓരോ പൊസിഷനിലും ഉണ്ടാകുന്ന, ഓരോ ആക്ടിവിറ്റിയിലും ഉണ്ടാകുന്ന കംപ്രസീവ് ഫോഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അനുകൂലമായത് ഏതാണെന്നുള്ളത് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തുനിന്നും ജിം ഇൻസ്ട്രക്ടറുടെ അടുത്തുനിന്നും ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഒരു മോഡിഫൈഡ് എക്സർസൈസ് പ്രോഗ്രാം നമ്മൾക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജിമ്മിൽ പോകാമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജിമ്മിൽ പോകാം. ജിമ്മിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവിടെ ചെയ്യുന്ന സ്ട്രെങ്തനിങ് എക്സർസൈസോ എല്ലാം മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും. അത് നമ്മൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത്, നമ്മുടെ ജിം ഇൻസ്ട്രക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഗൈഡ് ലൈൻസ് അനുസരിച്ച് മോഡിഫൈഡ് വേർഷൻ ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് ജിമ്മിൽ എക്സർസൈസ് ചെയ്യാവുന്നതുമാണ്. നട്ടെല്ലിനെ ഒരു ന്യൂട്രൽ പൊസിഷനിൽ വെച്ചുകൊണ്ട് പല മോഡിഫൈഡ് വേർഷനും എക്സസൈസും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നട്ടെല്ലിൻ്റെ കംപ്രസീവ് ഫോഴ്സ് കുറയ്ക്കുന്ന പൊസിഷൻസ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടർഫ് ഗെയിംസും സ്പോർട്സ് ആക്ടിവിറ്റീസുമാണ്. ഇവിടെ പ്രത്യേക പ്രിക്കോഷനുണ്ട്. നമുക്കങ്ങനെ എല്ലാ ഗെയിംസും നമുക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡിസ്കിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഒന്നാമത് നമ്മൾ പറഞ്ഞു കംപ്രസീവ് ഫോഴ്സ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് കോൺടാക്ട് സ്പോർട്സ് അവോയ്ഡ് ചെയ്യുക. ഹൈ ഇമ്പാക്റ്റ് ഗെയിംസ്, അതായത് ജിംനാസ്റ്റിക്, ഹൈ ഇമ്പാക്റ്റ് എയറോബിക്സ്, ഹെവി ലിഫ്റ്റിംഗ്, ബെൻഡിങ്, ട്വിസ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. സ്പൈൻ്റെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലോ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ചില ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ സ്വിമ്മിങ്, സൈക്ലിംഗ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറുടെ കൺസെൻറ്റോട് കൂടി നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഡിസ്കിൻ്റെ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് കോർ സ്ട്രെങ്തനിങ് എക്സർസൈസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോർ സ്ട്രെങ്തനിങ് എക്സർസൈസ്, മെക്കൻസി എക്സർസൈസ്, സ്വിസ് ബോൾ ഉപയോഗിച്ചുള്ള സ്റ്റെബിലൈസേഷൻ എക്സർസൈസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.